ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ഒരു കൃഷിസ്ഥലത്താണ്. അതാണ് കൃഷിക്കാരൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഒരു സങ്കല്പം കംപ്ലീറ്റ് ഒന്ന് മാറ്റിമറിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തമിഴ്നാട്ടിലുള്ള പച്ചക്കറിക്കും കാര്യങ്ങൾക്കും കാത്തിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മനുഷ്യൻ സ്വന്തമായിട്ട് ഒരു സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് അദ്ദേഹം ഇവിടെ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടെ അവരെ സഹായിക്കുന്നവരും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് അവരെ പരിചയപ്പെടാം. സന്ദീപ്, ഇവിടെ എത്ര ഏക്കർ സ്ഥലത്താണ് നിങ്ങൾ കൃഷി നടത്തുന്നത്? ഇവിടെ ഇപ്പോൾ ഒരു 2-3 ഏക്കർ സ്ഥലമുണ്ട്. 3 ഏക്കർ സ്ഥലമുണ്ട് അല്ലേ? എന്തൊക്കെ കൃഷിയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ മത്തൻ, കക്കിരി, വെള്ളരി, പിന്നെ വെണ്ട, പച്ചമുളക്, വഴുതന എല്ലാം ഉണ്ട്. അതെ അല്ലേ? സന്ദീപ് കൃഷിഭവൻ കരിമ കൃഷി ഫാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ വർക്ക് ചെയ്യുന്നത് അല്ലേ? അതെ അതെ. ഞാൻ അഗ്രോ സർവീസ് സെന്റർ, ബക്കള അഗ്രോ സർവീസ് സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അതിന്റെ കൂടെയാണ് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നത് അല്ലേ? ശരിക്കും നല്ലൊരു താല്പര്യമുള്ള ഒരാൾക്ക് മാത്രമേ കൃഷി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ആരൊക്കെയാണ് കൃഷിക്ക് കൂടെ സഹായത്തിനുള്ളത്? ഇപ്പൊ ഉള്ളത് എന്റെ വൈഫിന്റെ അമ്മ, പിന്നെ അളിയൻ, തങ്ങളുടെ ഭർത്താവ്. ഓ, കുടുംബസമേതാണ് കൃഷിക്ക് ഇറങ്ങിയിരിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ പന്നി ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. വല്ലാതെ പന്നി ശല്യം വളരെ രൂക്ഷമായ സ്ഥലമാണ്. അതെ അല്ലേ? കുറെ കൃഷി നശിപ്പിച്ചോടാ. ഇപ്പോ ഇന്നലെയും പന്നി വന്നിട്ടുണ്ട്. ഇത് കെട്ടിയതിന് ശേഷം പന്നി വന്നിട്ടുണ്ട്. അതെ അല്ലേ? നിങ്ങൾ കംപ്ലീറ്റ് ഫെൻസിങ് ഇതിന് പറയാ ഗ്രീൻ നെറ്റ് വെച്ച് കെട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിനിടയ്ക്ക് കൂടെ കയറുന്നുണ്ട് അല്ലേ? ഇത് കടന്ന് തുള്ളുവായിരുന്നു ചെയ്യുന്നത്. അതെ അല്ലേ? എപ്പോഴത്തേക്കാണ് നമുക്ക് ഇതിന്റെ വിളവെടുപ്പിന്റെ സമയം ആവുക? ഇപ്പൊ കക്കിരി ഇനിയിപ്പോ ഒരു 2-3 ആഴ്ച ആകുമ്പോഴത്തേക്ക് കക്കിരി ആവാൻ തുടങ്ങും. അതെ അല്ലേ? ഓക്കെ 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 ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തൊക്കെ കൃഷി? എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം കുഴപ്പമൊന്നുമില്ല, നല്ല ഇത് തന്നെയായിരുന്നു. അതെ അല്ലേ? കാലാവസ്ഥയാണ് അതിന്റെ പ്രശ്നം. കാലാവസ്ഥയാണ് പ്രശ്നം അല്ലേ? കാലാവസ്ഥ കുറച്ച് വിഷമമുള്ള കാലാവസ്ഥയായിരുന്നു. ഇതും ആദ്യം നമ്മളിപ്പോ അപ്പുറത്ത് വേറെ സ്ഥലത്ത് കൂടി ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ അത്ര ആദ്യം ഫസ്റ്റ് മഴ പെയ്തു, പിന്നെ കുറെ ഗ്യാപ്പ് ഇട്ടു, അവിടെ കുറെ ഒഴിവായി പോയി. അതെ അല്ലേ? നശിച്ചുപോയി. രണ്ടാമത് ഇപ്പൊ ഒന്നുകൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇവിടെ കറക്റ്റ് സമയത്ത് ഇപ്പൊ ചെയ്തത്. ഇപ്പൊ നിലവിലെ കാലാവസ്ഥ അനുസരിച്ച് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഈ വളം ഇട്ടുകൊണ്ട് കൊയ്യുന്നത് എന്തൊക്കെയാ വളം ഇടുന്നത് ഇപ്പം? പിന്നെ കടലപ്പിണ്ണാക്ക് ഇടുന്നത്. കടലപ്പിണ്ണാക്ക്. എടാ, കടലപ്പിണ്ണാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ പന്നി വരുമല്ലോ? പന്നി വരും. ചാണകത്തിന്റെ ഈ കടലപ്പിണ്ണാക്കിന്റെ എല്ലാം മണം ഇതിനെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു. പന്നീന്റെ തന്നെയാണ് ഇപ്പം പ്രധാനമായിട്ടും പ്രശ്നമായിട്ടുള്ളത്. അതല്ലേ? നിങ്ങൾ കാവല് നിൽക്കുന്നുണ്ടോ? കാവല് നിൽക്കേണ്ടി വരും അല്ലേ? ശരിക്കും എല്ലാ ആൾക്കാരും കൃഷിയിൽ നിന്ന് അകന്നതെന്ന് പോകുന്നത്. ശരിക്ക് സന്ദീപിന്റെ പ്രായമുള്ള ആൾക്കാർ തോന്നുന്നില്ല കൃഷിയിൽ ഇത്രയും സജീവമായിട്ട്. എൻ്റെ അറിവിൽ ഈ പരിസരത്ത് എവിടെ ഉള്ളതായിട്ട് തോന്നുന്നില്ല അല്ലേ? അതെ, പിന്നെ അതിന്റെ ഒരു ഫീൽഡും കൂടി ആയതുകൊണ്ട് അതിനോടുള്ള ഒരു താല്പര്യവും. പിന്നെ ബക്കളം വയലില് ഒരു 3-4 വർഷം മുമ്പേ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. അതിനോടുള്ള ഒരു താല്പര്യമാണ്, ആടുന്നാണ് താല്പര്യം കൂടുതൽ വന്നത്. പിന്നെ അതിന് ശേഷം ഈ പറയുന്ന പോലെ വയലിലും എല്ലാം ചെയ്യലുണ്ട്. വേനൽക്കാലത്തും വയലിലും മഴക്കാലത്ത് ഇതുപോലെ പറമ്പിലുമായിട്ട് ചെയ്യലുണ്ട് അല്ലേ? അപ്പൊ എല്ലാ സമയത്തും തന്നെ കൃഷിയുണ്ട് അല്ലേ? നിങ്ങൾ എങ്ങനെ ഇതിന് വിപണി കണ്ടെത്തുന്നത്? വിപണി ഒരു പ്രശ്നം തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തിട്ട് പരമാവധി കണ്ണൂർ വരെ പോയി, നമ്മളെ വണ്ടിയിൽ തന്നെ പോയി അങ്ങനെ ചോദിച്ച് ഓരോ കടകളിലും കൊടുക്കുകയത്. അതെ അല്ലേ? നല്ല വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, പിന്നെ ഇത് വിൽക്കേണ്ടത്. അപ്പൊ പിന്നെ വണ്ടി എടുത്ത് ഇങ്ങനെ ഇറങ്ങി ഓരോ സ്ഥലത്ത് ചോദിച്ച് പിന്നെ ആൾക്കാർ ഇങ്ങോട്ട് വന്നു തുടങ്ങി. അതെ അല്ലേ? അപ്പം പിന്നെ സ്ഥിരമായി കൊടുക്കുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവരിങ്ങോട്ട് ചോദിച്ചിട്ട് തന്നെ വരും. ശരിക്കും 3 ഏക്കർ സ്ഥലം നിങ്ങൾ വൃത്തിയാക്കാനുള്ള ശരിക്കും വലിയ പാടുപെട്ടിട്ടുണ്ടാവുമല്ലോ? പാടുപെട്ട് നല്ല പണി വരുന്നുണ്ട്. അതെ അല്ലേ? ഇവിടെ ഇതിന് മുന്നേ പച്ചക്കറി കൃഷിയൊന്നും ഇല്ലാതിരുന്ന സ്ഥലമല്ലേ? അതെ, ഇത് ഇപ്പൊ ആ തീപിടുത്തുണ്ടായ സമയത്തും കുറെ നശിച്ചുകൊണ്ട് വലിയ പണി വന്നില്ല. വയക്കേണ്ടതെല്ലാം അത്ര വലിയ പണികളൊന്നും വന്നില്ല, എന്നാലും അത്യാവശ്യം പണികളുണ്ട്. അതെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അമ്മേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? സന്ദീപിന്റെ ഭാര്യയുടെ അമ്മയാണിത്. സന്ദീപിന്റെ കൂടെ കട്ടൊക്കെ നിൽക്കുന്നത്. അമ്മേന്റെ പേരെന്താ? പ്രസന്ന. അമ്മക്ക് കൃഷി ഭയങ്കര താല്പര്യമാണെന്ന് തോന്നുന്നല്ലേ? കാണല്ലേ? ശരിക്കും പറഞ്ഞാല് കൃഷിപ്പണി എടുക്കുന്ന ആള് ശരിക്കും കണ്ടാൽ മനസ്സിലാവും. അവരുണ്ടല്ലോ ഒരു തടി ഒരു എന്തുകൊണ്ട് അവരുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ കണിക പോലും ഉണ്ടാവില്ല. ഈ വെയിലത്തല്ലേ പണിയല്ലേ? അളിയനും അമ്മയും സന്ദീപും കൂടിയിട്ടാണ് കൃഷിയുള്ളത് അല്ലേ? അളിയൻ വരുന്ന ചെയ്യുന്നത്? ഞാൻ ഡ്രൈവറാണ്, ടിപ്പർ എടുക്കലാണ്. അതെ അല്ലേ?
ആഹാ ടിപ്പർ ലോറി ഇപ്പൊ പണി കല്ലിന്റെ അങ്ങനത്തെ ഇപ്പൊ പണി കുറവാണ്, അതുകൊണ്ട് പിന്നെ ഇവിടത്തേക്ക് തിരിഞ്ഞു. അതെ, എല്ലാ സീസണിലും കൃഷിക്ക് കൂടെ തന്നെ ഉണ്ടാവുന്നുണ്ടോ? അതെ അല്ലേ. നമ്മള് കഴിഞ്ഞല്ലോ ബത്തക്ക കണ്ടിന്, പിന്നെ ഇവിടെ പുതിയ വയലിൽ. അപ്പൊ അതൊരു നല്ല മധുരമുള്ള ബത്തക്കയാണ്. ഇപ്പൊ അതിന് ആള് ചോദിക്കുന്നത് ബത്തക്ക നടുന്നുണ്ടോ വെച്ചിട്ട്. നല്ല വിജയിച്ചൊരു കൃഷിയായിരുന്നു അത്. അതെ അല്ലേ. ബത്തക്ക നമ്മുടെ നാട്ടിൽ വലിയ ബത്തക്കായിട്ട് കിട്ടുന്നുണ്ടോ? വലിയ ബത്തക്ക നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അതിനെക്കാട്ടി വലിയ ബത്തക്ക അത് നമുക്ക് കിട്ടീന്. അതെ അല്ലേ. ശരി ശരി. അപ്പോൾ ഇത് കണ്ടോ, അടിപൊളി കൃഷിയാണ്. പിന്നെ 3 ഏക്കർ സ്ഥലത്താണുള്ളത്. പിന്നെ എന്തൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞേ? പിന്നെ പയറും താലോരി അതെല്ലാം ചെയ്യാനുണ്ട്. അത്ര ചെണ്ടുമല്ലി പൂവിന്റെ ഇതുണ്ട്. ഈ ചെണ്ടുമല്ലി പൂവ് എന്തിനു വേണ്ടിട്ടാ ഇവിടെ കൃഷി ചെയ്യുന്നത്? ഓണത്തിന് അല്ലേ? അതെ അല്ലേ. പിന്നെ അത് കുറച്ച് കീടങ്ങളും കൂടി ഒഴിവായി പോകും പൂക്കൾ ഉണ്ടാകുമ്പോൾ. അങ്ങനെ സമ്മിശ്ര കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലേ? വളം അതുപോലെ എന്തെങ്കിലും സബ്സിഡി കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? കൃഷിഭവന് സബ്സിഡി എല്ലാം കിട്ടുന്നുണ്ട് അല്ലേ? അതുപോലെ പിന്നെ ഇപ്രാവശ്യം സ്ഥലം തന്നവരും ഇപ്പം ഇവരെ നബ്രാസിന്റെ ഇവരെ ഇതിലുള്ള ഒരാൾക്കാരാണ്. അപ്പം അതും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ പറ്റി. സ്ഥലം തന്നുകൊണ്ട് അതും വലിയൊരു ഉപകാരമായി ഇപ്പം ഈ സമയത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പാട്ടത്തിന് എടുത്തിട്ടാണ് കൂടുതലും ചെയ്യുന്നത്. നമ്മളിപ്പോൾ അപ്പുറം ചെയ്യുന്നതും 2-3 ഏക്കർ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് സ്ഥലങ്ങൾ പോയി, ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അതും ആ രീതിയിൽ തന്നെ ചെയ്യുന്നത്.